ബഹുമാനായ അധ്യക്ഷൻ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, കേരള യുക്തിവാദി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമോ മതരാഷ്ട്രമോ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാറിന് എന്നെ ക്ഷണിച്ചതിന് നിങ്ങളോട് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ മതേതരത്വം എന്ന് പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആശയം രൂപം കൊണ്ടത് ഇന്ത്യയിലില്ല. യൂറോപ്പിലാണ് ഈ ആശയം ആദ്യമായി രൂപം കൊണ്ടത്. വളരെ പണ്ട് മുതൽ തന്നെ പ്രചാരത്തിൽ വന്നു. സെക്യുലറിസം എന്ന ഇംഗ്ലീഷ് വാക്കിനാൽ വിവക്ഷ ചെയ്യപ്പെടുന്ന ആശയം യൂറോപ്പിലാണ് അത് ആദ്യം രൂപം കൊണ്ടത്. നമ്മുടെ നാട് ലോകത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനം ഏറ്റവും അവസാനം ആരംഭിച്ച രാജ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആശയങ്ങൾ ഇന്ത്യൻ സമൂഹത്തിലേക്ക് വരാൻ സ്വാഭാവികമെന്ന പോലെ തന്നെ കുറച്ച് കാലതാമസമുണ്ടായി. നവോത്ഥാനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ദേശീയ ബോധവും നമ്മുടെ രാജ്യത്തെ കുറച്ച് വൈകി തന്നെയാണ് ആരംഭിച്ചത്. ദേശീയബോധം ഉണർന്നപ്പോൾ കോളനി വാഴ്ചയ്ക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ സംഘം ചേരലാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ മുന്നേറ്റം. ആദ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ കോളനി വാഴ്ചയ്ക്കെതിരായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സംഘം ചേരലിലൂടെയാണ്. ആ സമയമായപ്പോഴേക്കുമാണ് യൂറോപ്പിൽ രൂപം കൊണ്ട സെക്യുലറിസം എന്ന ആശയം ഇന്ത്യയിലേക്കും അല്പാൽപമായി വരാൻ തുടങ്ങിയത്. സെക്യുലറിസം എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ ആദ്യം മതേതരത്വം എന്നാണ് അതിന് വ്യാഖ്യാനം കൊടുത്ത ഭാഷ ആന്തരികം, അതായത് വിവർത്തനം ചെയ്തപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ സെക്യുലറിസം എന്നുള്ള ഇംഗ്ലീഷ് ആശയം കൊടുക്കാവുന്ന ഏറ്റവും നല്ല മലയാള പരിഭാഷ മതേതരത്വം എന്നുള്ളതല്ല, മതനിരപേക്ഷത എന്നാദ്യമായി കേരളത്തിൽ അഭിപ്രായപ്പെട്ടത് സഖാവ് വി.എം. സൈനികൻ. ഇന്ത്യൻ സാഹചര്യത്തിൽ മത ഇതരത്വം എന്നുള്ളത് ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മുടെ ഒന്നും ജീവിത കാലയളവിൽ എത്ര ആഗ്രഹിച്ചാലും നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു കാൽപ്പനികമായ മുദ്രാവാക്യമാണ്. മത ഇതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊന്നാണോ സമ്പൂർണമായി മതത്തിൽ നിന്ന് ഇതരമായി ലഭിക്കുന്നത്, ആ അവസ്ഥ വിശേഷത്തെയാണ് മത ഇതരത്വം ചെയ്യുന്നത്. സത്യസന്ധമായി കാൽപ്പനികത വിടിൻ്റെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിച്ചാൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതം, വ്യക്തിപരമായ ജീവിതം സമ്പൂർണമായി മതത്തിൽ നിന്ന് ഇതരമായി നിലനിർത്തും എന്നത് സാമൂഹികമായി ഉറപ്പിച്ചു പറയാൻ ആർക്കും സാധിക്കും. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം നാം തുടരണം. തീർച്ചയായും സാമൂഹ്യ ജീവിതം പൂർണ്ണമായും മതത്തിൽ നിന്ന് ഇതരമായി തന്നെ നിൽക്കണം. എന്നാൽ വളരെ സമീപമായ ഒരു കാലയളവിനുള്ളിൽ അത് യാഥാർത്ഥ്യമാക്കി മാറ്റാൻ സാധിക്കും എന്ന് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ, ഞാൻ ഒരു മതത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഒരു മതത്തിൽ വിശ്വസിക്കുന്നില്ല. എനിക്ക് തിരിച്ചറിവ് തുടങ്ങിയ കാലം മുതൽ, സ്വന്തമായിട്ട് ജീവിതം ഞാൻ ആരംഭിക്കാൻ തുടങ്ങിയത് മുതൽ ഒരു മതാചാരത്തിലും ഞാൻ ഏർപ്പെടുന്നില്ല. പക്ഷെ എന്നാൽ പോലും എൻ്റെ പേര് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക മതവുമായിട്ട് അതിന് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. അതിന് പകരം അങ്ങനെ തോന്നാത്ത വിധത്തിൽ കല്ല്, കുമ്പളങ്ങ എന്നൊക്കെ ഇപ്പം എനിക്ക് പേരിടാൻ സാധിക്കും. ഒന്നാണ്. ഞാൻ മാത്രം അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ കുടുംബ പശ്ചാത്തലം മുഴുവൻ അങ്ങനെയായിട്ട്. അപ്പം ഇങ്ങനെ നാം എത്ര ആഗ്രഹിച്ചാലും വളരെ പെട്ടെന്ന് പൂർണ്ണമായും മതത്തിൽ നിന്ന് പൂർണ്ണ ഇതരമായ ഒരു രാഷ്ട്ര ജീവിതം, ഒരു സാമൂഹ്യ ജീവിതം
സമീപകാലത്ത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ സാഹചര്യത്തിൽ എളുപ്പമായി തീരുക. ദീർഘകാലം കഴിഞ്ഞാൽ ഉണ്ടാവണം, അത് നമ്മുടെ ഒരു ആഗ്രഹവും സ്വപ്നവുമാണ്. കുറേ കാലം കഴിഞ്ഞാൽ പൂർണ്ണമായും മത ഇതരം തന്നെ ആയിരിക്കണം മനുഷ്യന്റെ ജീവിതം വിജയിക്കും. പൂർണ്ണമായും മതത്തിൽ നിന്ന് ഇതരമായിരിക്കണം. പക്ഷെ പെട്ടെന്ന് നടക്കൂ. അപ്പൊ ഇത് അതിദീർഘകാലത്തിന്റെ അപ്പുറം മാത്രം സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിവിൽ നിന്നാണ് മത ഇതരത്വത്തെക്കാളും ഇന്ത്യൻ സാഹചര്യത്തിൽ എളുപ്പത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നത് മതനിരപേക്ഷതയാണ്. അതുകൊണ്ട് സെക്യുലറിസം എന്നുള്ള ആശയത്തിന് മതനിരപേക്ഷത എന്നതാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ പെട്ടെന്ന് പ്രായോഗികമാക്കാൻ സാധിക്കുന്ന ആശയം എന്ന് പൊതുവിൽ അഭിപ്രായം രൂപപ്പെട്ടു വരാൻ കഴിയും. മതനിരപേക്ഷത നമ്മുടെ രാഷ്ട്രം അംഗീകരിച്ചാൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 1950 ജനുവരി മാസം 26-ാം തീയതി ഇന്ത്യ സ്വന്തമായിട്ടുള്ള ഭരണഘടന അംഗീകരിച്ച് ലോകത്തിന് മുന്നിൽ ഒരു പരമാധികാര രാഷ്ട്രമായി സ്വയം ഇന്ത്യ പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണഘടന ആരംഭിക്കുന്ന ആദ്യത്തെ വാചകം അത് വായിച്ചിട്ടുള്ളവർക്കറിയാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ നേഷൻ അണ്ടർ സോയിൽസ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതായത് നാം ഇന്ത്യക്കാരായ ജനങ്ങൾ താഴെ പറയുന്ന വ്യവസ്ഥകളോടെ ഒരു രാഷ്ട്രം രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആദ്യത്തെ വാചകം. ആ വ്യവസ്ഥകളാണ് പിന്നെ മാർഗനിർദ്ദേശ തത്വങ്ങൾ, നിയമങ്ങൾ, വ്യവസ്ഥകൾ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. ആദ്യത്തെ വാചകം ഇതാണ്: ഇന്ത്യക്കാരായ ഞങ്ങൾ താഴെ പറയുന്ന വ്യവസ്ഥകളോടെ ഒരു രാഷ്ട്രം രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പിന്നെയാണ് വ്യവസ്ഥ വരുന്നത്. അപ്പൊ അങ്ങനെ നാം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ എഴുതി ചേർത്ത പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സെക്യുലർ. ഇന്ത്യൻ ഭരണഘടനയുടെ പുറഞ്ഞെണ്ണയിൽ തപ്പിയായി ഇന്ത്യ എന്നുള്ള വാക്ക് കാണില്ല. ഭരണഘടനയുടെ മുഴുവൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഡെമോക്രാറ്റിക്, സെക്യുലർ, സോഷ്യലിസ്റ്റ്, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യൻ യൂണിയൻ എന്നാണ് ഇന്ത്യയുടെ മുഴുവൻ. നമ്മൾ എളുപ്പത്തിൽ ഇന്ത്യ ഇപ്പോൾ ലക്ഷ്മിക്കുട്ടിയെ ലക്ഷ്യം എന്നൊക്കെ വിളിക്കുന്ന പോലെ ഇന്ത്യ എന്ന് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ മുഴുവൻ ഭരണഘടനയുടെ പേര് ഡെമോക്രാറ്റിക്, സെക്യുലർ, സോഷ്യലിസ്റ്റ്, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യൻ യൂണിയൻ. ഇപ്പം ഈ 5 കാര്യങ്ങൾ ഭരണഘടനയിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. ഒന്ന്, സെക്യുലർ ആവണം, ഡെമോക്രാറ്റിക് ആവണം, സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടാണ് മുമ്പിലേക്ക് വെക്കുന്നത്, യൂണിയൻ റിപ്പബ്ലിക്കാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഡൽഹിയിൽ നിന്ന് വരുന്ന അഖിലേന്ത്യാ മന്ത്രിമാരെ യൂണിയൻ മന്ത്രി വന്നു എന്നൊക്കെയാ പറഞ്ഞത്. യൂണിയൻ മന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെട്ടു. ഇങ്ങനെയൊക്കെ കുറെ കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, യൂണിയൻ മന്ത്രിയിൽ നിന്ന് അപ്രത്യക്ഷമായി കേന്ദ്രമന്ത്രികളായി. അത് തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാണ്. കേന്ദ്രമില്ല, യൂണിയനാണ്. യൂണിയൻ മിനിസ്റ്റർ എന്നായിരുന്നു നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എന്ന് മുതലാണ് ഈ യൂണിയൻ മന്ത്രി പോയി സെൻട്രൽ മിനിസ്റ്റർ ആവാൻ തുടങ്ങിയത് എന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷെ ഭരണഘടനയിൽ ഇപ്പോഴും സെൻട്രൽ ഗവൺമെന്റ്, സെൻട്രൽ മിനിസ്റ്റർ എന്നില്ല, യൂണിയൻ. ബിക്കോസ് ഇന്ത്യ വിവിധ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ്, ഫെഡറലാണ്. സെൻട്രലിസ്റ്റ് ഇന്ത്യ വിവിധ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ. അതാണ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യൻ യൂണിയൻ എന്ന് പറയാൻ കാരണം. സെൻട്രൽ മിനിസ്റ്റർ എന്ന് പറയുന്നത് ഭരണഘടന വിരുദ്ധമാണ്, യൂണിയൻ മിനിസ്റ്റർ. പണ്ട് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് പത്രങ്ങളിലൊക്കെ അങ്ങനെയാ വന്നത്. അതേപോലെ ഈ സെക്യുലറിസം ഒക്കെ മാറിപ്പോയി. സെക്യുലർ ആണെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാന വിഷയം അതായതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളൊന്നും കിടക്കുന്നില്ല. നമ്മുടെ അജണ്ട സെക്യുലർ എന്നുള്ളത് മാത്രമായിരുന്നു. മതനിരപേക്ഷമാണ് നമ്മുടെ രാഷ്ട്രം ഭരണഘടന പ്രകാരം. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് അതിൻ്റെ അർത്ഥം എന്താണ്? രാഷ്ട്രം ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല, ഒരു മതത്തെയും നിരുത്സാഹപ്പെടുത്തുന്നുമില്ല. മതം ഈ രാഷ്ട്രത്തിലെ ഒരു പൗരന്റെ പരിപൂർണമായ വ്യക്തിപരമായ കാര്യമാണ്, രാഷ്ട്ര വ്യവഹാരത്തിൽപ്പെട്ട കാര്യമേ അല്ല. രാഷ്ട്രം ഒരു പൗരനോടും, ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരനോടും നീ എന്തുകൊണ്ട് ഹിന്ദുവായി, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് ഹിന്ദു ആയില്ല എന്ന് ചോദിക്കില്ല.
ചോദിക്കാൻ പാടില്ല. വ്യവസ്ഥപ്രകാരം നമ്മളോട് ആരോട് ചോദിക്കുന്നില്ല, നീ എന്തുകൊണ്ട് ഹിന്ദുവായി, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് ഹിന്ദു ആയില്ല, നീ എന്തുകൊണ്ട് മുസ്ലിമായി, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് മുസൽമാനായില്ല, നീ എന്തുകൊണ്ട് സിഖുകാരനായി, നീ എന്തുകൊണ്ട് സിഖുകാരനായില്ല. ഇതൊന്നും രാഷ്ട്രം ആരോട് ചോദിക്കുന്നില്ല, ഒരു പൗരനോട് ചോദിക്കുന്നില്ല. മതം രാഷ്ട്ര വ്യവഹാരത്തിൽപ്പെടുന്ന കാര്യമേ അല്ല. പൂർണ്ണമായും വ്യക്തിപരമായ വിഷയമാണ് മതം, ഈശ്വരൻ തുടങ്ങിയിട്ടുള്ള കാര്യം. അതായത് ഒരു ഈശ്വര വിശ്വാസി മതവിശ്വാസി ആയിക്കൊള്ളണമെന്നില്ല. മതമില്ലാതെ ഒരാൾക്ക് ഈശ്വരനിൽ വിശ്വസിക്കാം. പക്ഷെ ഒരു മതവിശ്വാസിക്ക് ഏതെങ്കിലും ഈശ്വരനിൽ വിശ്വസിക്കാൻ പറ്റും. അതുകൊണ്ട് രാഷ്ട്രം ഇത് രണ്ടും ചോദിക്കുന്നില്ല. ഈശ്വര വിശ്വാസിയാണോന്നും ചോദിക്കുന്നില്ല, മതവിശ്വാസിയാണോന്നും ചോദിക്കില്ല. എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു, നമ്മുടെ രാഷ്ട്രത്തിന്റെ വ്യവഹാരത്തിൽപ്പെട്ട കാര്യമേ അല്ല. ഞാൻ അഥവാ ഈശ്വര വിശ്വാസിയാണ് എങ്കിൽ എന്താണ് ഈശ്വര വിശ്വാസം എന്നുള്ളതൊക്കെ വലിയ ചർച്ചാവിഷയമാണ്. നമ്മുടെ അജണ്ടപ്പെട്ടതല്ലാതുകൊണ്ട് ഞാൻ ആ വ്യാഖ്യാനത്തിലേക്ക് കിടക്കുന്നില്ല. ഞാൻ ഈശ്വര വിശ്വാസിയാണ് എങ്കിൽ, ഞാനൊരു മതവിശ്വാസിയുമാണ് എങ്കിൽ, എൻ്റെ മതം, ഞാൻ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവവും ഞാനും തമ്മിലുള്ള ഒരു സ്വകാര്യ ഇടപാടാണ് എൻ്റെ മതവിശ്വാസം. നിങ്ങൾക്കതിൽ കാര്യമേ ഇല്ല. നിങ്ങൾ എന്നോട് ചോദിക്കാൻ തന്നെ പാടില്ല ഏത് മതത്തിലാണ് വിശ്വാസം വിശ്വസിക്കുന്നത്. അതെന്നെ തെറ്റ. എൻ്റെ വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്നോട് കണ്ടുമുട്ടിയാൽ അന്വേഷിക്കേണ്ടത് ചായ കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ, വീട്ടിൽ അമ്മയൊക്കെ എന്ന് പറയണോ, നന്നായിരിക്കില്ലേ, സുഖല്ലേ, ഈ വക കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാൻ തന്നെ പാടുള്ളൂ. അതാ സംസ്കാരം. സ്വകാര്യത്തിൽ ഏതാ ജാതി, ഏതാ മതം എന്ന് അന്വേഷിക്കുന്നതേ സംസ്കാര ശൂന്യതയാണ്. അതുകൊണ്ട് പൂർണ്ണമായ വ്യക്തിപരമായ കാര്യമാണ് മതവിശ്വാസം. രാഷ്ട്രം ഈ കാര്യത്തിൽ ഇടപെടുന്നേയില്ല. ഭരണവ്യവസ്ഥയിൽ രാഷ്ട്രത്തിന്റെ വ്യവഹാരത്തിൽപ്പെട്ട കാര്യമേ അല്ല മതവിശ്വാസം. ഇന്ത്യയിൽ നമ്മുടെ രാഷ്ട്രം ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല, ഒരു മതത്തെയും നിരുത്സാഹപ്പെടുത്തുന്നുമില്ല. പൗരന്റെ സമ്പൂർണമായ വ്യക്തിപരമായ കാര്യമാണ് മതവിശ്വാസം. രാഷ്ട്രം ആരോട് ചോദിക്കുന്നില്ല ഈ വക കാര്യം. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോ, രാഷ്ട്ര വ്യവഹാരത്തിൽ മതമില്ലാതെ വരുമ്പോ, മതത്തെ ചിലർ കൂട്ടുപിടിക്കുന്നത് വെറും അധികാരത്തിന് വേണ്ടി മാത്രമാണ്. അതാരൊക്കെയാണുള്ളതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എല്ലാവർക്കും ആലോചിക്കാനും മനസ്സിലാക്കാനും ബുദ്ധിയുള്ളവരായിരുന്നു. രാഷ്ട്രം അതിന്റെ വ്യവഹാരത്തിൽ പെടുത്താത്തൊരു കാര്യം രാഷ്ട്രീയ വ്യവഹാരത്തിൽ ചെല്ലുന്നതിന് ഉൾപ്പെടുത്തണം. ഒരു അധികാരത്തിന് വേണ്ടി മാത്രം. അവിടെ മുതലാണ് നമ്മുടെ രാജ്യം ഈ ദിശയിലേക്കുള്ള പ്രയാണത്തിൽ അത് വഴി വെക്കാൻ തുടങ്ങി. പോയിട്ട് ഇപ്പൊ എവിടേക്ക് ഞാൻ കുറച്ചു കാലം ഈ MP ഒക്കെ ആയതുകൊണ്ട് പല സർക്കാർ ചടങ്ങിനൊക്കെ പോയിട്ട് വരുന്നുണ്ട്. എവിടെ എത്തിയിട്ടുള്ള ഒരു അന്യായങ്ങൾ. സർക്കാർ ഖജനാവിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എന്നെ പോലെ നിർമ്മതന്മാരും ഒക്കെ കൊടുക്കുന്ന നികുതി പണം വന്ന് ചേരുന്ന സ്ഥലമാണോ ഈ ഖജനാവ്? ആ ഖജനാവിനെ വളർത്തിട്ട് ഒരു പാലം പണിയാച്ചാൽ ചിലര് സർക്കാർ ജനങ്ങളോട് ഭൂമി പൂജ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഭൂമി പൂജ ഒന്നും ചെയ്യാൻ പറ്റില്ല, സർക്കാർ വളർത്തുന്നത് നിങ്ങളുടെ വീട്ടിൽ വേണമെങ്കിൽ ചെയ്തോ. അങ്ങനെ പറഞ്ഞ് മുടക്കേണ്ടി വന്നിട്ടുണ്ട് ചിലടത്ത്. ഈ വിധത്തിലുള്ള അനാവശ്യ കാര്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ ഖജനാവിന് പണ്ടെടുത്ത് നമ്മുടെ നാട്ടിൽ ചെയ്യാണ്. ഏത് മതം രാഷ്ട്ര വ്യവഹാരമായി കണക്കാക്കാത്ത ഭരണഘടന നിൽക്കുന്ന ഈ രാജ്യം. നമ്മുടെ ഭരണഘടനയിൽ മതം രാഷ്ട്ര വ്യവഹാരത്തിൽപ്പെട്ട കാര്യമേ അല്ല. രാഷ്ട്രം ഒരാളോട് ചോദിക്കുന്നില്ല നീ ഏത് മതത്തിൽപ്പെട്ട ആളാണ്, എന്തുകൊണ്ട് നീ ആ മതം സ്വീകരിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നീ ഈ മതം സ്വീകരിച്ചില്ല. രാഷ്ട്രത്തിന്റെ വ്യവഹാരത്തിൽപ്പെട്ട കാര്യമേ അല്ല. പക്ഷെ അനാവശ്യമായിട്ട് മതത്തെ ഈ വ്യവഹാരങ്ങളിലേക്ക് ചിലര് വലിച്ചെടുത്തു. അവിടെ തൊട്ട് നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രയാണത്തിൽ ദിശ തെറ്റാൻ തുടങ്ങി. ഇതാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ്. മതം വേണം എന്ന് രാഷ്ട്രം ആരോടെങ്കിലും ആവശ്യപ്പെടുന്നുണ്ട്. ചില സ്കൂളിലോ കോളേജിലോ ചെയ്യുന്ന അപേക്ഷാ ഫോറത്തിൽ, ജോലിക്ക് അപേക്ഷ കൊടുക്കുന്ന കോളത്തിൽ റിലീജിയൻ എന്നൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾ അവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങളെ ഒരിക്കലും ഡിസ്ക്വാളിഫൈ ചെയ്യില്ല. മതം നിന്നോർത്ത് വെറുതെ ഒരു വരവരച്ചു വെച്ചു, ബാക്കിയൊക്കെ കറക്റ്റാണെന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാൻ പറ്റില്ല. റിജക്ട് ചെയ്താൽ നിങ്ങൾക്ക് കോടതി പോകും. ഒരു കുട്ടി സ്കൂളിൽ ചേരുമ്പോൾ
അല്ലെങ്കിൽ കോളേജിൽ ചേരുമ്പോൾ ആപ്ലിക്കേഷൻ ഫോറത്തിൽ ചിലപ്പോൾ അവരൊരു ഡാറ്റ കളക്ഷന്റെ ഭാഗമായിട്ടോ മറ്റേതെങ്കിലും നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടോ മതം എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ പല ആനുകൂല്യങ്ങൾ ചിലർക്ക് കിട്ടുന്നുണ്ടാവും, സംവരണം, ഫീസ് സൗകര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ആവശ്യമില്ലാത്തവർക്ക് എനിക്ക് മതമില്ല എന്ന് അവിടെ എഴുതി വെച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ ആപ്ലിക്കേഷൻ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല നിയമപരമായിട്ട്. അതിന്റെ അർത്ഥം മതം രാഷ്ട്ര വ്യവഹാരത്തിൽപ്പെട്ട കാര്യമേ അല്ല നമ്മുടെ രാജ്യത്ത് നിന്ന്. ഞാൻ വീണ്ടും ആവർത്തിക്കുക, അത് വലിച്ചഴിച്ചു കൊണ്ടിരിക്കുക. അത് വെറും അധികാര രാഷ്ട്രീയം, അതിനുവേണ്ടി മാത്രമാണ് ഇത് വലിച്ചഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മതനിരപേക്ഷതയാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിഫൈങ് ഫാക്ടർ, ഇന്ത്യ രാജ്യത്തിന് ലോകത്ത് ഒരു രാജ്യത്തിനും ഇല്ലാത്ത വൈവിധ്യങ്ങളും പ്രത്യേകതകളും ഉള്ള രാജ്യമാണ്. ഒരു രാജ്യത്തുള്ള എല്ലാ മനുഷ്യന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷ സ്വന്തമായിട്ടില്ലാത്ത ലോകത്തെ ഏക രാജ്യം ഇന്ത്യ. നിങ്ങൾ ജമ്മുതാവി എക്സ്പ്രസ് കയറിയ കന്യാകുമാരി നിന്ന് പുറപ്പെടുന്നു. കന്യാകുമാരി ജമ്മുതാവി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും നീളത്തിൽ തിരിക്കുന്ന തീവണ്ടി. കന്യാകുമാരി മുനമ്പെന്ന് ജമ്മു താഴ്വര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ തീവണ്ടി വെറുതെ ഒരു 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 ടൂറിംഗ് ജേർണി നിങ്ങൾ നടത്തും. കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട് ജമ്മു താഴ്വരയിൽ ഈ തീവണ്ടി എത്തിപ്പിടിക്കും. എത്രയെത്ര വേഷക്കാർ, എത്രയെത്ര ഭാഷക്കാർ, എത്രയെത്ര വസ്ത്രധാരണ രീതി, എത്രയെത്ര സംഭാഷണ ശൈലി, എത്ര ഭക്ഷണ രീതി, ഇതിനൊക്കെ അതിജീവിച്ചിട്ട് വേണം കന്യാകുമാരിയിൽ നിന്ന് ഒരാൾ പുറപ്പെട്ടാൽ ഇന്ത്യയുടെ വടക്കേറ്റത്തിൽ നിന്ന് ജമ്മുവിൽ എത്തിച്ചേരാൻ. ഭാഷ ഒന്നാണോ? വസ്ത്രധാരണ ഒന്നാണോ? കാലാവസ്ഥ ഒന്നാണോ? ഇത്രയും വൈവിധ്യങ്ങൾ, ഇങ്ങനെയുള്ള വൈവിധ്യങ്ങൾ ഒക്കെ ഉള്ളപ്പോഴും അവരെ യൂണിഫൈ ചെയ്യുന്ന ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടാവും ഏത് രാജ്യത്തും. ഇപ്പൊ ചൈനയിലാണെങ്കിൽ അതുണ്ട്. ഒരുപാട് പ്രോവിൻസസ് ഉണ്ടെങ്കിലും ചൈനയ്ക്ക് ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ട്. ഇതേപോലെ വൈവിധ്യങ്ങളുള്ള ഒരു ഉദാഹരണ രാഷ്ട്രം ഞാൻ പറഞ്ഞു. ഇന്ത്യക്ക് ഏത് മുക്കിലും മൂലയിലും രണ്ട് ഇന്ത്യക്കാർ തമ്മിൽ സംസാരിച്ചാൽ പരസ്പരം മനസ്സിലാവുന്ന ഒരു ഭാഷയുണ്ടാവും. എന്നിട്ട് പോലും ഈ രാഷ്ട്രത്തെ നിലനിർത്താൻ സാധിക്കുന്നത് അതിനേക്കാളും ഉപരിയായി നമ്മളെ യോജിപ്പിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട്, യൂണിഫൈങ് ഫാക്ടർ, ഐക്യപ്പെടുത്തുന്ന ഘടകം. ചിലർ പറയുന്നു അത് മതമാണ് എന്ന്, ചിലർ പറയുന്നു അത് ഒരു സംസ്കാരമാണ്. മതമാണ് എന്ന് പറയുന്നതായാലും സംസ്കാരമാണ് എന്ന് പറയുന്നതായാലും ശരിയല്ലാന്ന് കാര്യം. എങ്ങനെ ഇന്ത്യക്കാർക്ക് ഒരേ സംസ്കാരം? ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മതം എല്ലാവരെയും യൂണിഫൈ ചെയ്യുന്ന ഫാക്ടർ ഇന്ത്യയിൽ ഈ കടുത്ത വൈവിധ്യങ്ങൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈം യൂണിഫൈങ് ഫാക്ടർ ഓഫ് ദിസ് നേഷൻ റിലീജിയൻ ആണ് എന്ന് ചിലർ പറയുന്നതിനെ വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കണമെന്ന് വെക്കുക. അങ്ങനെയാണ് എങ്കിൽ ഏത് മതത്തിനാണ് ഇന്ത്യയിൽ എല്ലാ ജനങ്ങളെയും യോജിപ്പിക്കാൻ സാധിക്കുക? വലിയ മതം എന്നുള്ളത് എനിക്ക് ഹിന്ദു മതത്തിന് യോജിപ്പിക്കാൻ സാധിക്കും. ഹിന്ദു മതത്തിന് യോജിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് എങ്കിൽ ഹിന്ദുവിലെ ഏത് ജാതിയുടെ ആചാരമാണ് കോമൺ യൂണിഫൈങ് ഫാക്ടർ ആവുക? നായരുടെ ആചാരാണോ? ഈഴവരുടെ ആചാരാണോ? നമ്പൂരുടെ ആചാരാണോ? നമ്പ്യരുടെ ആചാരാണോ? പൊതുവാളുടെ ആചാരാണോ? ഷാരുടെ ആചാരാണോ? വാരരുടെ ആചാരാണോ? പട്ടികാതിക്കാരുടെ ആചാരാണോ? ഹിന്ദുവിലെ ഏത് ജാതിക്കാരുടെ ആചാരം എല്ലായിടത്തും ഒരുപോലെയുള്ളത്? പോട്ടെ, ഇനി ഹിന്ദു ഒരു ബ്രാഹ്മണ മതമാണ് എന്ന് അംഗീകരിച്ച ബ്രാഹ്മണരുടെ ആചാരം ഹിന്ദുവിന്റെ യൂണിഫൈങ് ഫാക്ടറായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏത് ബ്രാഹ്മണന്റെയാണ് ഇന്ത്യയിൽ എല്ലാവർക്കും ഒരുപോലെയുള്ള ആചാരം? കേരളത്തിലെ നമ്പൂതിരിയും തമിഴ് ബ്രാഹ്മണനായും കന്നഡ അയ്യങ്കാരും ഒക്കെ ബ്രാഹ്മണരാണ്. ഒരേപോലെയാണോ? കൊങ്ങണി ബ്രാഹ്മണൻ ഒരുപോലെയാണോ? ഇതിൽ ഏറ്റവും കൂടുന്ന യൂണിഫൈങ് ഫാക്ടർ വെച്ചാൽ ബംഗാളി ബ്രാഹ്മണനും മലയാളി ബ്രാഹ്മണനും കൂടിയിട്ട് എങ്ങനെയാണെന്ന്? ബംഗാളി ബ്രാഹ്മണർക്ക് മീനില്ലാതെ ചോറിറങ്ങില്ല. പാരമ്പര്യം അനുസരിച്ച് മലയാളത്തിൽ ബ്രാഹ്മണൻ ഇപ്പൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ചിലർ. അതവരുടെ വ്യക്തിപരമായ കാര്യം, പൊതുവിലാ പറയുന്നത്. കേരളത്തിൽ ബ്രാഹ്മണർക്കാണെങ്കിൽ ഇതിന്റെ മണം കേട്ടാൽ ഒന്നുമില്ല. അപ്പൊ ഏതാ യൂണിഫൈങ് ഫാക്ടറായിട്ട് നിൽക്കുക? എങ്ങനെ അംഗീകരിക്കുക? ജമ്മുവിൽ ബ്രാഹ്മണർ മാംസം കഴിക്കും. ജമ്മു കശ്മീരി പണ്ഡിറ്റുണ്ടല്ലോ, കശ്മീരി പണ്ഡിറ്റുകൾ മാംസം കഴിക്കും. കാരണം മാംസം കഴിക്കാതെ ആ കടുത്ത കാലാവസ്ഥയിൽ അവർക്ക് മഞ്ഞുകാലത്തെ അതിജീവിക്കാൻ സാധ്യമല്ല. ഫാറ്റ് ഉണ്ടാവണം ശരീരത്തിൽ. നല്ല ഫാറ്റ് ഉണ്ടെങ്കിൽ
3-4 മാസം മഞ്ഞ് കട്ടയിൽ കൂടെ അവർക്ക് ജീവിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് അവർ ഫാറ്റ് ശരീരത്തിലുണ്ടാവാൻ നല്ല ആട്ടുമാംസം ആജമാംസം നന്നായി കഴിക്കും. കശ്മീരി പട്ടിക്ക് ബംഗാളി ഗ്രാമങ്ങളിൽ മീനില്ലാണ്ട് ചോറ് ഒരു ഉള്ളതെല്ലാം. ഇപ്പോഴും ബംഗാളിലെ അതിപിന്നോക്ക ഗ്രാമങ്ങളിൽ ഫ്യൂഡൽ വ്യവസ്ഥകൾ നിലനിൽക്കുന്ന ഗ്രാമങ്ങളിൽ അവിടുത്തെ ഒരു ബംഗാളി ഗ്രാമത്തിന്റെ പെൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനമായിട്ട് അവർ കൊടുക്കുക 3 കുളം മത്സ്യം, 5 കുളം മത്സ്യം. ഇതൊക്കെ ഓരോരുത്തരെ പ്രമാണിച്ചനുസരിച്ച് കൊടുക്കും. ഏതാ യൂണിഫൈങ് ഫാക്ടറായിട്ട് എടുക്കുക? ചിലർ പറയുന്നല്ലോ മതമാണ് ഇന്ത്യയെ യോജിപ്പിക്കുന്നത് എന്നുള്ളത്. മതമാണെങ്കിൽ ഏത് മതമാണ് ഇന്ത്യയെ യോജിപ്പിക്കുന്നത്? ഇന്ത്യയിൽ എല്ലായിടത്തുള്ള ഒരു മതം നിലനിൽക്കി ഹിന്ദു മതമാണ് ഇന്ത്യയെ യോജിപ്പിക്കുന്നെങ്കിൽ ഹിന്ദു മതത്തിന്റെ ഏത് രാഷ്ട്രാചാരം, ഏതാചാരമാണ് ഇന്ത്യയെ യോജിപ്പിക്കുന്നത്? കടുത്ത വൈവിധ്യങ്ങളാണ് ഇതിന് മുഴുവൻ. യഥാർത്ഥത്തിൽ ആധുനിക ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണ പ്രക്രിയ ആരംഭിക്കുന്നത് ആന്റി കൊളോണിയൽ യുദ്ധത്തിലൂടെയാണ്. സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള യോജിപ്പ്. ആ യോജിപ്പിലാണ് മഹാത്മാഗാന്ധിക്ക് പോലും ഐക്യത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തി യോജിപ്പിക്കാൻ ഐക്യം ഘടകമായി തീർന്നപ്പോ ജനങ്ങളെ അണിനിരത്താൻ ഐക്യചാടനം എന്നുള്ള മുദ്രാവാക്യം മുമ്പിലേക്ക് വെക്കേണ്ടി വന്നു. കമ്പൽഷൻ. ഞാൻ ഗാന്ധിയെ ഒരിക്കലും കുറച്ച് പറയല്ല, വളരെ മഹാനായിട്ടുള്ള മനുഷ്യൻ. അപൂർവ യുഗങ്ങളിൽ അപൂർവമായിട്ട് മാത്രം ജന്മം കൊള്ളാറുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഷാ ശൈലിയിൽ പറഞ്ഞാൽ അങ്ങനത്തെ വലിയ അതിമാനുഷ്യനായിട്ടുള്ള മനുഷ്യനാണ് മഹാത്മാഗാന്ധി. വെറുതെ ആയിട്ടല്ല മകൻ. പക്ഷേ ഐക്യോച്ചാടനം എന്നുള്ള മുദ്രാവാക്യം ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഘട്ടത്തിൽ മഹാത്മാഗാന്ധി മുമ്പിലേക്ക് വെക്കാൻ ഇറ്റ് വാസ് എ കമ്പൽഷൻ, ഒരു നിർബന്ധമായിരുന്നു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ജനങ്ങളെ യോജിപ്പിക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സമായിരുന്നത് ജാതികളായിരുന്നു. ആ കാലത്ത് കോൺഗ്രസിന്റെ ഒരു ജാഥ ശ്രീശുദ്ധത്തിൽ കൂടെ പോകുമ്പോൾ മരിച്ചുപോയി ഒരു വലിയ നേതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ ശ്രീശുവിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജാഥ ഇങ്ങനെ പോണ സമയത്ത് ജാഥയ്ക്ക് ഇടയിൽ ഗ്യാപ്പാണ്. ഒരു കൂട്ടർ കഴിഞ്ഞാൽ പിന്നൊരു ഗ്യാപ്പ്, പിന്നൊരു കൂട്ടർ, പിന്നൊരു ഗ്യാപ്പ്. അപ്പോ അന്നിങ്ങനെ വിദ്യാഭ്യാസം ആയിട്ടില്ലല്ലോ. അപ്പോ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യം വിളിക്കുമ്പോൾ പിന്നിന്ന് ഒരാൾ പറഞ്ഞത്രേ, തമ്പുരാൻ അവിടുന്ന് ഇംഗ്ലാബങ്ങൾ അരളി ചെയ്താൽ മതി, അടിയങ്ങൾ പറഞ്ഞ് സിന്ദാബാദ് വിടവണ്ണോളാം. അങ്ങനെ ജാതി കമ്പാർട്ട്മെന്റ് സൈസ് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വെച്ചിട്ട് അങ്ങനെ കമ്പാർട്ട്മെന്റ് ചെയ്ത് വെച്ചാൽ മനുഷ്യനെ യൂണിഫൈ ചെയ്യാൻ പറ്റില്ല. മനുഷ്യനെ യൂണിഫൈ ചെയ്യാതെ സ്വാതന്ത്ര്യം കിട്ടില്ല. അപ്പൊ ആ യൂണിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ തടസ്സങ്ങളിൽ ഒന്ന് ഐക്യമായിരുന്നത് കൊണ്ട് മഹാത്മാഗാന്ധി മറ്റ് എല്ലാവരെക്കാളും കൂടുതൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരുന്ന ഒരു നേതാവായതുകൊണ്ട് ഏറ്റവും പ്രധാനം മനുഷ്യരെ യോജിപ്പിക്കലാണ് ജാതിക്കതീതമായി. അങ്ങനെയാണ് ഐക്യോച്ചാടനം എന്നുള്ളത് തന്നെ നമ്മുടെ രാജ്യത്ത് വരുന്നത്. സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ജനങ്ങൾ യോജിക്കണം. അപ്പോ യൂണിഫൈ ചെയ്യുന്നത്, മനുഷ്യർ യൂണിഫൈ ചെയ്യുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇന്ത്യ രാജ്യത്ത്, ജാതിയുടെ അടിസ്ഥാനത്തിലല്ല ഇന്ത്യ രാജ്യത്ത്. ഇന്ത്യയുടെ എക്സ്ട്രീം യൂണിഫൈങ് ഫാക്ടർ, ഏറ്റവും പ്രധാനപ്പെട്ട യൂണിഫൈങ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാം ഒരുമിച്ച് നടത്തിയ സാമ്രാജ്യത്വ വിരുദ്ധ, കോളനി വിരുദ്ധ പോരാട്ടമാണ്. അതോടുകൂടിയാണ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ആധുനിക രാഷ്ട്ര രൂപീകരണം ഇന്ത്യയിൽ ആരംഭിച്ചത്. ആ ആധുനിക രാഷ്ട്ര രൂപീകരണത്തിന്റെ ഘട്ടത്തിലാണ് സെക്യുലറിസം എന്നുള്ള ആശയം മുമ്പിലേക്ക് വയ്ക്കാൻ നാം നിർബന്ധിക്കപ്പെടുന്നത്. ഡെമോക്രസി എന്നുള്ള ആശയം മുമ്പിലേക്ക് വയ്ക്കാൻ നാം നിർബന്ധിക്കപ്പെടുന്നത്. സോഷ്യലിസം എന്നുള്ള സ്വപ്ന മുദ്രാവാക്യം മുമ്പിലേക്ക് വയ്ക്കാൻ നാം നിർബന്ധിക്കപ്പെടുന്നത്. ഇന്ത്യ കടുത്ത വൈവിധ്യങ്ങളുള്ള ജനവിഭാഗങ്ങളായതുകൊണ്ടാണ്, 10,000-കണക്കിന് ജനവിഭാഗങ്ങളുടെ ഒരു ഭൂപ്രദേശമായതുകൊണ്ടാണ് ഇന്ത്യ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ട യൂണിയൻ ഓഫ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് എന്നുള്ളത് നിർബന്ധിക്കപ്പെട്ടു. അപ്പോ ഇന്ത്യയുടെ ജനങ്ങളുടെ യൂണിഫൈങ് ഫാക്ടർ എന്ന് പറയുന്നത് മതമല്ല, ജാതിയല്ല, ഭാഷയ്ക്ക് അതിന് ശക്തിയുണ്ട്. പക്ഷെ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷ നമുക്ക് സ്വന്തമായിട്ടില്ല. അപ്പൊ ആന്റി കൊളോണിയൽ, ആന്റി ഇമ്പീരിയൽ സ്ട്രഗിൾ, സമരമാണ് ഇന്ത്യയിലെ ജനങ്ങളെ എല്ലാത്തിനും ഉപരിയായി യോജിപ്പിച്ചത്. അതിലൂടെയാണ് ഇന്ത്യയുടെ ആധുനികമായ രാഷ്ട്ര രൂപീകരണ പ്രക്രിയ മുമ്പിലേക്ക് പോയത്. എന്നാൽ ആ രാഷ്ട്ര രൂപീകരണ പ്രക്രിയ മുമ്പിലേക്ക് പോയി സമ്പൂർണമായും മതനിരപേക്ഷമായ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആവുന്നതിന് ഇന്ന് തടസ്സമായി നിൽക്കുന്നത് ഈ മതത്തെ
രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രവിരുദ്ധമായി മതത്തെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചെടുക്കുന്നതുകൊണ്ടാണ്. രാഷ്ട്രം ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഒരു മതത്തെയും നിരുത്സാഹപ്പെടുത്തുന്നില്ല. പിന്നെ എന്തിനാണ് മതത്തെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? ഈ കാര്യങ്ങളിലേക്ക് വെറും സ്വാർത്ഥമായിട്ടുള്ള അധികാര ലക്ഷ്യത്തിന് വേണ്ടി മാത്രം. ഈ കാര്യത്തിൽ ഇതിനെല്ലാം അതീതമായിട്ടുള്ള മതനിരപേക്ഷത എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നതോട് മാത്രമേ ഈ രാഷ്ട്രത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ പരമപ്രധാനമായിട്ടുള്ള ഈ ആശയം നിങ്ങളുമായി പങ്കുവച്ചു. ഇതിന്റെ കൂട്ടത്തിൽ ഒരഭിപ്രായം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തി. കേരളത്തിന്റെ സവിശേഷമായിട്ടുള്ള സാഹചര്യം, ഇവിടെ എത്ര ജാതി സംഘടനകളാണ് ഈ കേരളത്തിൽ? SND, NSS, കണക്കൻ മഹാസഭ, വാരൽ സമാജം, പൊതുവാൾ സമാജം, നമ്പൂരി യോഗക്ഷേമ സമാജം, ബ്രാഹ്മണ സമാജം, പിന്നെ എല്ലാവർക്കും ഉണ്ട്. തരകൻ 10 കോടി മന്നാടിയാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് അതിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ജാതി സംഘടനകൾക്ക് എന്ത് ധർമ്മമാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിർവഹിക്കാനുള്ളത്? ഒരു കാലത്ത് ഐത്തം നിലനിന്നിരുന്ന കാലത്ത് സവർണ ജാതിക്കാരുടെ ഐത്തവാഴ്ചക്കെതിരെ അവരുടെ ജാതിക്കാർ സംഘടിച്ചതിന് ഒരു ലക്ഷ്യമുണ്ടായി. ഇപ്പോൾ ഒന്നുമില്ലാത്ത ഈ കാലത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജാതി സംഘടനകൾ? അവർക്ക് എന്ത് ധർമ്മമാണ് ഇവിടെ നിർവഹിക്കാൻ? യാതൊരു ധർമ്മവും ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്ക് സംഘടിച്ച് നിർവഹിക്കാൻ ഇന്നത്തെ കേരളീയ സമൂഹത്തിലില്ല. എന്ത് ധർമ്മമാണ് ഒരു ജാതി സംഘടനയ്ക്ക് ഈ കേരളത്തിൽ നിർവഹിക്കാനുള്ളത്? ഒരു സംഘടന ഉണ്ടാക്കുന്നതിന് സാധൂകരണം വേണം. ചരിത്രത്തിന്റെ സാധൂകരണം ഉണ്ടാവണം. ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയാലും ഏതൊരു സംഘടനയായാലും രൂപം കൊള്ളുന്നത്. കേരളത്തിൽ ജാതി സംഘടനകൾ ഇപ്പോൾ നിലനിൽക്കുന്നതിന് സാധൂകരിക്കുന്ന ഏത് വസ്തുതാ ഘടകങ്ങളാണ് ഇപ്പൊ നിലനിൽക്കുന്നത്? എന്ത് ധർമ്മങ്ങളാണ് ജാതി സംഘടനകൾക്ക് ഇവിടെ നിർവഹിക്കാനുള്ളത്? അധികാരത്തിൽ പങ്കുപറ്റാൻ ബാർഗൈനിങ് കപ്പാസിറ്റിക്ക് വേണ്ടി ആളുകളെ പിന്നിൽ നിർത്തുക എന്നല്ലാതെ ആ സമുദായത്തിന് എന്ത് ധർമ്മമാണ് ഈ ജാതി സംഘടനകൾ ഇവിടെ നിർവഹിച്ചെടുക്കാനുള്ളത്? എല്ലാം അധികാര കേന്ദ്രീകൃതമായി മതത്തെ, ജാതിയെ അധികാരത്തിൽ ബാർഗെയിൻ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അവസ്ഥാവിശേഷം. ഇതിനെ ചോദ്യം ചെയ്യാം. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ലെങ്കിൽ പോലും ഞാൻ അതുകൂടി പരാമർശിക്കുകയാണ്. ഒരു കൊല്ലം നമ്മുടെ ഖജനാവിലുള്ള യൂണിയൻ ഗവൺമെന്റ് യൂണിയൻ ബഡ്ജറ്റിലൂടെയും വിവിധ സംസ്ഥാന ഗവൺമെന്റുകൾ സംസ്ഥാന ബഡ്ജറ്റിലൂടെയും വകയിരുത്തുന്ന ആയിരക്കണക്കിന് കോടി രൂപ ശാസ്ത്ര ഗവേഷണത്തിന് വേണ്ടി ഇവിടെ ചെലവഴിക്കുന്നു. ഇതിനു പുറമെ ഗ്ലോബൽ റിസർച്ചിന് വേണ്ടി ഈ പ്രപഞ്ചം, ഈ ഭൂമി, പ്രപഞ്ചം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഭൂഗോളം ഒന്നിച്ച് പല രാഷ്ട്രങ്ങളുമായി ഐക്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന വിവിധത്തിലുള്ള പല ഗവേഷണങ്ങളുണ്ട്. അതിൽ ഓരോ രാഷ്ട്രം പങ്കുവയ്ക്കുന്നുണ്ട്. പല അന്താരാഷ്ട്ര ഗവേഷണങ്ങൾക്ക് ഓരോ രാഷ്ട്രം പങ്കുവയ്ക്കുന്നുണ്ട്, കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ശാസ്ത്ര ഗവേഷണങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വലിയ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവും. മനുഷ്യന് വിജ്ഞാനം ഈ ശാസ്ത്ര ഗവേഷണത്തിൽ കൂടെ ഉണ്ടാവും. ചന്ദ്രൻ ദൈവമായിരുന്നവർക്ക് ആംസ്ട്രോങ് ചെന്ന് ചന്ദ്രനിൽ ഇറങ്ങി, ഇങ്ങനെ പലതുണ്ട്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ചൊവ്വ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിലേക്ക് നിരന്തരമായിട്ട് പേടകങ്ങളയക്കുന്നു, പോണു, അവിടുന്ന് മണ്ണ് കൊണ്ടുവരുന്നു. അവിടുന്ന് നാസ പേടകം മാറ്റിക്കൊണ്ടുവന്നിട്ടുള്ള മണ്ണിൽ തക്കാളി ചെടി വെച്ച് നോക്കിയപ്പോൾ നന്നായി വളർന്നതാണ് അവസാനം കേട്ടത്. അപ്പൊ ഇവിടെയൊക്കെ റിയൽ എസ്റ്റേറ്റുകാർ ഈ ഭൂമി മുഴുവൻ കഷ്ണം കഷ്ണാക്കി വിറ്റ് ഒരു തുണ്ട് ഭൂമിയും കൂടി കിട്ടാത്തതുകൊണ്ട് കൃഷി ചെയ്യാൻ ഇനി ചൊവ്വ ഗ്രഹത്തിൽ കൃഷി ചെയ്യുന്നതിനെ പറ്റിയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചൊവ്വ ഗ്രഹത്തിൽ കൃഷിയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൊവ്വാദോഷം കൊണ്ട് കല്യാണം കഴിയാതെ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ നിൽക്കുക. ഞാൻ ചോദിക്കുന്നത് ആരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ശാസ്ത്ര ഗവേഷണ ഫലങ്ങൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കാൻ വിനിയോഗിക്കുന്നില്ല എങ്കിൽ ഈ ശാസ്ത്ര നേട്ടങ്ങൾക്ക് പിന്നെ എന്ത് പ്രസക്തി? എന്തിനാണ് നാം ഗവേഷണം നടത്തി സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി ഗവേഷണങ്ങൾ നടത്തി ശാസ്ത്ര നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്? ഓരോ ശാസ്ത്ര ഗവേഷണ നേട്ടങ്ങളും ഓരോ അന്ധവിശ്വാസങ്ങൾ ഇടിച്ചു നിരത്തുന്ന കണ്ടുപിടുത്തങ്ങളാവണം. അതിന് ശാസ്ത്രം പ്രചരിപ്പിക്കണം. ആ ശാസ്ത്രം പ്രചരിപ്പിക്കുക എന്നുള്ളത് ശാസ്ത്രത്തിന് സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി ഗവേഷണം നടത്തുന്നവരുടെ പ്രധാനപ്പെട്ട
ചുമതലയാവണം ശാസ്ത്ര നേട്ടങ്ങളുടെ പ്രചാരം. അങ്ങനത്തെ ശാസ്ത്ര നേട്ടങ്ങളുടെ പ്രചാരത്തിലൂടെ മാത്രമേ അന്ധവിശ്വാസങ്ങളുടെ ഇരുട്ട് കോട്ടകൾ ഇവിടെ ഇടിച്ചു നിരത്താൻ സാധിക്കൂ. ആ ചുമതല നമ്മുടെ സർക്കാർ നിർവഹിക്കുന്നില്ല. ആ വിമർശനം കൂടി ഗവൺമെന്റുകൾക്കെതിരായിട്ട് ഉന്നയിക്കാൻ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് ബാധ്യതയുണ്ട്. ആ ചുമതലയും നാം ഏറ്റെടുക്കണം എന്ന് കൂടി അഭിപ്രായപ്പെട്ടുകൊണ്ട് എൻ്റെ ചെറിയ ചെറിയ ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നിങ്ങൾക്ക് അഭിപ്രായം